എന്താണ് ഈ E20 പെട്രോൾ? എന്താണ് ഇതുകൊണ്ടുള്ള ഗുണങ്ങൾ? എന്തൊക്കെയാണ് ഇതുകൊണ്ടുള്ള ദോഷങ്ങൾ? 20% എത്തനോളും 80% പെട്രോളും കൂടി ചേർന്നുകൊണ്ടുള്ള ഒരു ഫ്യൂവലാണ് ഈ E20 പെട്രോൾ എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിലെ പമ്പുകളിൽ ഇനി മുതൽ ഈ E20 പെട്രോൾ ആയിരിക്കും എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. ഇതുകൊണ്ടുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫസ്റ്റ് ഓഫ് ഓൾ ക്രൂഡ് ഓയിൽ ഇമ്പോർട്ട്സ് 20% എത്തനോൾ മിക്സ് ചെയ്ത ഒരു ഫ്യൂവൽ ആയതുകൊണ്ട് തന്നെ രാജ്യത്തിന്റെ ക്രൂഡ് ഓയിലിന്റെ മേലുള്ള ഡിപ്പെൻഡൻസി കുറയ്ക്കാൻ പറ്റും. ഈ എത്തനോൾ ഉണ്ടാക്കുന്നത് ഷുഗർ കെയിനിൽ നിന്നും മറ്റുമൊക്കെ ആയതുകൊണ്ട് തന്നെ രാജ്യത്തെ ഫാമേഴ്സിന് ഇത് നല്ല രീതിക്ക് സപ്പോർട്ട് ചെയ്യും. കാർബൺ മോണോക്സൈഡ് പോലത്തെ എമിഷൻസ് കുറയ്ക്കാൻ പറ്റും. രാജ്യത്തിന്റെ റൂറൽ എക്കോണമിയെ ബൂസ്റ്റ് ചെയ്യുന്നതിൽ ഇത് വല്ലാതെ സപ്പോർട്ട് ചെയ്യും. ഇനി ഇതുകൊണ്ടുള്ള ലിമിറ്റേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ E20 പെട്രോൾ യൂസ് ചെയ്യുന്നതിലൂടെ ഒട്ടുമിക്ക എല്ലാ വാഹനങ്ങളിലും തന്നെ 6 to 10% വരെ മൈലേജ് ഡ്രോപ്പ് ഉണ്ടാകും. 2023 ശേഷമുള്ള വണ്ടികൾക്കാണ് ഈ E20 പെട്രോൾ സപ്പോർട്ട് ആകുന്ന എഞ്ചിൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിന് മുമ്പുള്ള പഴയ വണ്ടികൾക്ക് ഈ E20 പെട്രോൾ യൂസ് ചെയ്യുന്നതിലൂടെ അവയുടെ എഞ്ചിൻസിന് ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള നല്ല ചാൻസസ് ഉണ്ട്. ആൻഡ് ഫൈനലി, നോ പ്രൈസ് എഡ്ജ്. സത്യത്തിൽ ഈ E20 പെട്രോൾ കൊണ്ട് ആകെ ലാഭമുള്ളത് ഒന്ന് ഗവൺമെന്റിനും, രണ്ട് അത് ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനികൾക്കും മാത്രമാണ്. ഓൺ ദി കൺസ്യൂമർ സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇച്ചിരി വില കൂടിയേക്കാം എന്നല്ലാതെ പ്രൈസിംഗിൽ കാര്യമായിട്ടുള്ള ഡിഫറൻസ് ഒന്നും കാണാൻ സാധിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. സോ വാട്ട്സ് യുവർ ടേക്ക് ഓൺ ദിസ്? കമന്റ് ഡൗൺ ബിലോ.